ഇപ്പോൾ വാൽപ്പാറ ട്രിപ്പ് ഡേ 2 ആണെന്ന്. അപ്പോൾ തളർന്ന് സത്യം പറയല്ല, ഒടുക്കത്തെ കഴുത്ത് വേദന. ഇന്നലെ മൊത്തം വണ്ടി ഓടിച്ചതിൽ ഇവിടെ കഴുത്ത് വേദന, തലവേദന ലൈറ്റ് ആവുന്നുണ്ട്. കുഴപ്പമില്ല, കാപ്പി കുടിച്ച് ഫ്രഷ് ആയപ്പോൾ കുറച്ചൊരു റിലീഫ് ഉണ്ട്. എന്തായാലും പോകുമ്പോൾ ശരിയായിക്കോളും. പുറപ്പെടാം, സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കറക്റ്റ് ഇപ്പോൾ മണി ഇത്രയായി, 9:15 മണിയായി. 8 മണിക്ക് പോകാൻ പ്ലാൻ ചെയ്താണ്. അതങ്ങനെയാണ്, നമ്മൾ ഉറക്കം കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയി വരുമ്പോൾ ഒരു സമയം എടുക്കും എന്തായാലും. ഇപ്പോൾ വാൽപ്പാറയിൽ പോകണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ പാസ് എടുക്കണം ഓൺലൈൻ വഴി, എടുത്താൽ മാത്രമേ എൻട്രി ഉള്ളതാണ് കാണിക്കുന്നത്. അല്ലാതെ പോയി നോക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. കാരണം ഇത് വീക്ക് ഡേയ്സ് അല്ലേ, ഈ സമയത്ത് വലിയ തിരക്ക് കാണൂല. എന്തായാലും പോയി നോക്കാം. അങ്ങോട്ട് നമ്മളെ ക്യാറ്റി വിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വന്നിട്ട് ഇവിടെ അവിടെയെങ്കിൽ താമസിച്ചിട്ട് നാളെ രാവിലെ ഈ പാസ് എടുത്തിട്ട് സൂപ്പറായിട്ട് പോവാം. വേറെ വിഷയമൊന്നുമില്ല അല്ലേ. ശരി, ഓക്കെ, പോകാം. സമയം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ പോയി കാപ്പി കുടിച്ച് 3 അപ്പവും കടലക്കറിയും പിന്നെ ഒരു ചായയും കുടിച്ച്. ചായ കൊള്ളാം, കുഴപ്പമില്ല. കാപ്പി ഒന്നും പോരാ, ഇവിടുത്തെ റെസ്റ്റോറൻ്റ് അല്ലേ. പിന്നെ ചുമ്മാ കഴിച്ച്. അപ്പോൾ ഇതിന് വേണ്ടി സമയം കളയാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് കാപ്പി കുടിച്ച് വയറ് നിറച്ച് ഫ്രഷായി നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, പോകാം. വേറെ ഒന്നും പറയാമല്ലോ. അപ്പോൾ പോകാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാം ബിജി കട്ടൊക്കെ നിൽക്കണം. ബാ സമയം വാ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാം ബിജി കട്ടൊക്കെ നിൽക്കണം. റൂമിന് ഇവിടെ പറയുകയാണ്. ആ പൊടക്ക് സൗണ്ട് കണ്ട, പൊടക്ക് സൊടക്ക് വടിപേര് പറയുമ്പോഴേക്കും ഭയങ്കര കോമഡിയാണല്ലോ. രാവിലത്തിന് എന്ത് പറ്റി? ചില വിഷമങ്ങൾ മറക്കണമെന്നുണ്ടെങ്കിൽ ചില കോമഡി പറഞ്ഞേ പറ്റൂ. വിഷമങ്ങൾ വേറെ ഒന്നുമില്ല, തലവേദന, വേറെ വിഷയമൊന്നുമില്ല. ഇപ്പം കുറച്ച് കുറവുണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ച് ഇറങ്ങിയപ്പോൾ ഹെൽമെറ്റ് വെയിറ്റ് കൊണ്ട് തലവേദന കുറയോ? സാറിന് വെയിറ്റ് കൂടി തലവേദന കൂടെ ചെയ്യുള്ളൂ. ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തില്ല. രക്ഷ ഒരു ലിഫ്റ്റ് വെക്കണ്ടേ? എത്ര പടി കയറി ഇറങ്ങാം ദിവസവും? ഇതിപ്പോ പടി കയറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല, ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. 700 രൂപയ്ക്ക് ഇതൊക്കെ ഉള്ളൂ. ആണെങ്കിൽ സഹിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. പോട്ടാ, ശരി എന്നാൽ. ഇനി വരും പോരാ അടുത്ത വർഷം. നമ്മളെ ചാനൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ റൂമിനെ പറ്റി. കൊള്ളാം, അടിപൊളി. നിങ്ങൾ പറഞ്ഞ റേറ്റിന് ക്വാളിറ്റി ഉണ്ട്, നല്ല പോലെ ആണല്ലേ. കൊള്ളാം, നല്ല റൂം. പോട്ടാ, ബൈ. ഓക്കെ, ശരി എന്നാൽ. KLTN സുധീഷ്. KLTN ആണ്. KLTN, കേരള തമിഴ്നാട്. പോട്ടാ. ഓക്കെ, ബൈ സർ, പോകാന്നാ. ഓക്കെ ആണല്ലോ, വേറെ വിഷയങ്ങളൊന്നുമില്ലല്ലോ. ലൂബ് അടിക്കണ്ടേ? അത് പാക്ക് ചെയ്തിട്ട് ലൂബ് അടിക്കാം. ഓക്കെ, സെറ്റാണ്, വേറെ വിഷയമൊന്നുമില്ല. നല്ല സൂപ്പർ പാക്കിങ്. സുധീഷ സൂപ്പർ കേട്ടോ, എല്ലാം പഠിച്ചല്ലേ നല്ല പോലെ. ഓക്കെ, മതിയല്ലോ, അടിച്ചു വിട്ട് കുഴപ്പമില്ലാതെ. ഓക്കെ, അപ്പോൾ പോകുന്നത് എല്ലാം ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ നേരെ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി ഫാൾസ് ആണ്. ഇവിടെ കറക്റ്റ് 59 കിലോമീറ്റർ ദൂരമുണ്ട്. 1.25 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം കാണിക്കുന്നത്. ഇപ്പോൾ മാപ്പൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. ഇനി ഇങ്ങ് വിട്ട് പറന്ന് പോയാൽ മതി. ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ലൊരു ചുട്ടുപൊള്ളുന്ന വെയിലാണ് അടിക്കണത്. രാവിലെ 9 മണിക്ക് എന്തൊരു വെയിൽ. എൻ്റെ അമ്മോ, മണിപ്പത്രയായി. മണിപ്പോൾ 10:15 മണിയായി. 9 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്യാണ്. ലേറ്റായി, കുഴപ്പമില്ല. വന്യമൃഗങ്ങൾ, ആന, കടുവ, കരടി, ഇതുപോലത്തെ കുറേ എണ്ണന്മാർ ശല്യപ്പെടുത്തുന്നൊക്കെയാണ് പറയണത്. കുറേ വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ. ബൈക്കിൽ പോകുന്ന ആൾക്കാരും കാറിൽ പോകുന്ന ആൾക്കാരൊക്കെ ആന വന്ന് ശല്യപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് മുഖ്യമായിട്ട് പണി കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ടാണ് പോണത്. ആരാ? നമ്മളെ ഗണപതി സാറിനെ. സാറേ, ഈ ആന എണ്ണന്മാരൊന്ന് നോക്കിക്കോണം, നമ്മുടെ അടുത്ത് വരാതെ. കഷ്ടപ്പെട്ടാണ് പോകണത്, ഇത്രയും പൈസ ചിലവാക്കി. അപ്പോൾ ഒരു ചെറിയ പ്രൊമോഷൻ പറഞ്ഞിട്ട് 2 മിനിറ്റ് ഇപ്പം പറഞ്ഞു പോകാമേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അപ്പോൾ ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. ഇതിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാല്ലെന്നുണ്ടെങ്കിൽ കോൾ വിളിച്ച് പറഞ്ഞാലും മതി. നിമിഷങ്ങൾക്കുള്ളിൽ സെറ്റാക്കി തരാം. ഓക്കെ, ഇതൊക്കെ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള സെൽഫ് പ്രൊമോഷനാണ്. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് കുറച്ച് കെട്ടിയും കൊള്ളായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലാവസ്ഥ മാറിയിട്ടാ, അടിപൊളി. നല്ല ക്ലൗഡി ആയിരുന്നു. ഇങ്ങനെ എന്നാൽ മതിയായിരുന്നു അല്ലേ, സുഖമായിട്ട് പോകായിരുന്നു. ഇന്നലെ അടിച്ച വെയിൽ എന്നെ കൊന്നു കളഞ്ഞു, സത്യം പറയാൻ വെറുത്തുപോയി. കുറേ ദൂരം വെയിൽ കൊണ്ട് കഴുത്ത് വേദന, തലവേദന, എല്ലാ വേദനയും കൊണ്ട് ഒരു പരുവായി. കോട്ടയം എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. ബാഗെല്ലാം നനഞ്ഞ്, ഡ്രസ്സൊക്കെ നനഞ്ഞ്. ഇന്നലെ രാത്രി കംപ്ലീറ്റ് ഉണക്കിയിട്ട് പിന്നെ ഉണക്കിയിട്ടുണ്ട്. ഉണങ്ങി. അത് നോൺ AC ആയതുകൊണ്ട്, AC ആണെങ്കിൽ ഉണങ്ങൂലായിരുന്നു. എല്ലാം നമ്മൾ ഐഡിയ പൂർവ്വം ചെയ്യുള്ളൂ. നോൺ AC ബുക്ക് ചെയ്ത കാരണം ഒന്ന് ബഡ്ജറ്റ്, പിന്നെ തുണിയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് AC ആവശ്യമില്ല. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. സുധീഷേ, മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാം അടുത്തല്ലോ അല്ലേ, ഒന്നും മിസ്സായില്ലല്ലോ. പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം, ഇതൊക്കെ സ്ഥിരമുള്ളത് തന്നെ. അല്ലാതെ ഈ ചാർജർ കേബിൾ, ഗോപ്രോയുടെ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ എടുത്തില്ലല്ലേ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് മുറിയിൽ നിന്ന് ഇറങ്ങും മുമ്പായിട്ട് ഫുൾ ചെക്ക് ചെയ്ത് നോക്കി. ഒരു സാധനം നമ്മുടെ സാധനം ഇല്ല അവിടെ. ആപ്പടം ഉള്ളത് അവിടുത്തെ ഒരു ടവലും പിന്നെ എന്തുകൊണ്ട് സോപ്പ്, അത്ര തന്നെ, വേറൊന്നുമില്ല. മാപ്പ് നോക്കിയപ്പോൾ 2 റൂട്ട് കാണിക്കുന്നത്. ഒന്ന് ഈ റൈറ്റ് വഴി പോകാൻ കാണിക്കുന്നത്, നേരെയും പോകാൻ കാണിക്കുന്നത്. നേരെയാണ് മെയിൻ റോഡ്. ഈ റോഡ് വന്നിട്ട് കീഴില്ലം കുറിച്ചിലാക്കോട്. നേരെ പോയ MC റോഡ് പിടിച്ച്
നേരെ പോവാല്ലേ, അതാണ് നല്ലത്. നേരെ പോണത് വിഷയമില്ല, സിറ്റിക്കകത്ത് പോയാൽ ട്രാഫിക് ബ്ലോക്ക് ആവുമല്ലോ, അതിൻ്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുന്നത് കൊള്ളാം കേട്ടോ. സോളോ റൈഡ് ആദ്യമൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് സെറ്റ് ആയപ്പോൾ നല്ല ഫ്രീഡം ഉണ്ട് അല്ലേ. ഇത് നമ്മളെ റൈഡാണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ വണ്ടി നിർത്താം, ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. മറ്റങ്ങനെയല്ല, ഗ്രൂപ്പ് റൈഡൊക്കെ ആകുമ്പോഴേ നമുക്ക് എല്ലാവരെയും കീപ്പ് ചെയ്ത് പോകണം, അത് പാടാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കോൾ വരും, ഫോൺ എടുക്കാൻ പറ്റൂല, അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ എന്തെങ്കിലും ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ജലദോഷം പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോവാൻ എന്തൊരു പാടായിക്കണ്. ഇപ്പോഴും ലൈറ്റായിട്ടുണ്ട്, ചെറിയ അടപ്പ് പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കും. ദേഷ്യം പറഞ്ഞു. ഈ മൂക്കിൻ്റെ അകത്ത് ഓസ് എടുത്ത് കയറ്റിയിട്ടേ അത് കംപ്ലീറ്റ് വാക്വം ക്ലീനർ വെച്ച് എടുക്കുമ്പോൾ എടുത്തേക്കണം ഫുള്ളായിട്ട്. അങ്ങനെ തോന്നുന്നു സത്യം പറയാമല്ലോ. എവിടെ നിന്ന് പറഞ്ഞോ ഇത്രയും വെള്ളം ഒരു 10 ലിറ്റർ കാണുമായിരിക്കാം. കഴിഞ്ഞ ആഴ്ച തുടങ്ങിയാണ്, തീരണ നോക്ക് മണ്ണാങ്കട്ടി. ഒരു മൂക്ക് കൊണ്ട് ഒരു ജലദോഷമുണ്ട്. മലയാറ്റൂർ 19 കിലോമീറ്റർ, തൃശ്ശൂർ 59 കിലോമീറ്റർ, ഇരിങ്ങോൽ ടെമ്പിൾ റൈറ്റ് പോയ 3.5 കിലോമീറ്റർ. നല്ല പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയമില്ല. ഓരോ ജില്ല ഓരോ ആഴ്ച വെച്ച് ഫുള്ളും കവർ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും കിട്ടും, കുറേ കണ്ടന്റ് കിട്ടും. പിന്നെ എല്ലാവരെയും കണ്ട പോലെ ആവുമല്ലോ അല്ലേ. റൈറ്റ് പോയ മൂന്നാർ 96 കിലോമീറ്ററാണ്. വാൽപ്പാറ നമുക്ക് ക്യാൻസലായ മൂന്നാർ പോകാം കേട്ടോ. പാവച്ചോട് മിണ്ടാതിരി, മൂന്നാറൊക്കെ 10 വട്ടം കണ്ട സ്ഥലമാണ്. വാൽപ്പാറ പോയിട്ടേ ഇല്ല, അവിടേക്കല്ലേ പോകേണ്ടത്. പിന്നെ സംഭവം കട്ട ബ്ലോക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ ഒരു പാലമുണ്ട്, പെരിയാർ റിവറിൻ്റെ പാലമാണത്. സ്പേസ് കുറവായിരിക്കുന്നത്, അത് കാരണം ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. പെരിയാറേ പെരിയാറേ. അപ്പോൾ ഇതാണ് പെരിയാർ റിവർ. എങ്ങനെയുണ്ട്? വെള്ളം കുറവാണ്, വെള്ളമുണ്ട്, പക്ഷേ ഈ മഴ പെയ്തതില്ല ഇന്നലെയൊക്കെ, വെള്ളം കയറിയില്ല ഇങ്ങോട്ടൊന്നും. ഇതൊക്കെ ഇങ്ങനെ കണ്ടു പോകണ സുഖമെന്ന് പറഞ്ഞത് വേറെ ലെവലായിരുന്നു. ഇതൊക്കെ ബൈക്കിൽ പോയാലേ കിട്ടുള്ളൂ. കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നതിന് പരിധിയുണ്ട്, മനസ്സിലായോ? നമ്മൾ കണ്ണ് പോകണതിന് ഒരു പരിധിയുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് 360 ഡിഗ്രിയിൽ ഫുള്ളും കവർ ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട് അല്ലേ. ഇനി ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബൈക്കിൽ പോകണത്, വെയിൽ ഒരു രക്ഷയില്ല. കുറുക്ക് കൈയൊക്കെ പൊള്ളം നടന്നു. എന്നാലും സുഖമാണല്ലേ ഈ റൈഡിൽ. ഫാമിലിയായിട്ട് പോകുമ്പോൾ കാറിൽ പോകണം, ഒറ്റയ്ക്ക് പോകുമ്പോൾ ബൈക്കിൽ തന്നെ പോകണം. പിന്നെ നല്ല വില കൂടിയ ടൂറിംഗ് ബൈക്കാണെങ്കിൽ നല്ല നമുക്കൊരു കാറിൽ പോകണ ഫീൽ കിട്ടും ഓൾമോസ്റ്റ്. പിന്നെ ഈ ട്രിപ്പിന് മുമ്പായിട്ട് വണ്ടി കംപ്ലീറ്റ് ഒന്ന് പണിയെടുത്തായിരുന്നു, എനിക്കെല്ലാം അറിയാമല്ലോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ട്രിപ്പ് പോകണമെങ്കിൽ തലേ ദിവസം ഒരു പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു, എയർ ഫിൽറ്റർ മാറ്റം ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടേ ഇതുവരെയായിട്ട്. വണ്ടി എടുത്ത് തൊട്ട് ഇത്രയും വർഷം വരെ 77 കിലോമീറ്റർ ഓടി, ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ മാറ്റിയായിരുന്നു, ഞാൻ തന്നെ മാറ്റി സ്വന്തമായിട്ട്. ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാം, വരത്തിൻ്റെ ആവശ്യമില്ല. വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി. 500 മീറ്റർ പാലം കടക്കാം 1/2 മണിക്കൂർ. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്, നേരത്തെ ഇറങ്ങണമെന്ന്. രാവിലെ ഒരു 6-7 മണിക്ക് ഇറങ്ങിയെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന. എന്ത് ചെയ്യാ, രാത്രി ഫുൾ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു 2 മണി വരെ. അതിനുശേഷം ഉറങ്ങിയ ശേഷം 8 മണിയായി. പിന്നെ കുളിച്ച് ഫ്രഷായി കാപ്പ് പിടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ 10 മണിയായി. നമ്മൾ ഈ വ്ളോഗല്ല ട്രിപ്പ് മാത്രമാണെങ്കിൽ നമുക്ക് എല്ലാം സൂപ്പറായിട്ട് സമയത്തിന് കവർ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം നോക്കണ്ടേ, അപ്പോൾ അതിൻ്റെ സമയം ഉണ്ടാകും. അതെൻ്റെ മിസ്റ്റേക്കല്ല, നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, നേരെ പോയ അങ്കമാലി, ലെഫ്റ്റ് പോയ ആലുവ, റൈറ്റ് പോയ മലയാറ്റൂർ. അപ്പോൾ ഇതാണ് കാലടി ജംഗ്ഷൻ. ഇവിടെ തന്നെ, ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ കാലടി ഭാഗത്ത് നമ്മൾ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. ഇത് ഏത് പഞ്ചായത്ത് ഏരിയത് പിടിയില്ലല്ലോ. നമ്മളിപ്പോൾ പോണ റോഡ് കറക്റ്റ് ആണല്ലോ അല്ലേ, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും വഴി കാണാതിരിക്കാൻ വഴിയൊന്നുമില്ല. പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ മാത്രമേ ഉള്ളൂ അതിരപ്പള്ളി ഫാൾസ്, വേറെ ആരും ഇല്ലേ. ബാക്കി പറഞ്ഞു നോക്കാം, ആരെങ്കിലും വണ്ടികൾ കുറവായിരിക്കണം. വെൽക്കം ടു അയ്യമ്പുഴ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്. സൂപ്പർ ആയിരിക്കില്ല ഈ പാലവും ഈ ലൊക്കേഷൻ സൂപ്പറായിരിക്കും. അങ്ങോട്ടൊക്കെ റേഞ്ച് ഉണ്ടോ എന്തോ, ഇപ്പോഴേ ഡൗൺലോഡ് വെക്കണമല്ലെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ മാപ്പേ. നേരെ പോയാൽ മതി. ഇവിടെ നിന്ന് കറക്റ്റ് 28 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതാണ് ഒറിജിനൽ റൂട്ട്. ഈ റോഡ് പിടിച്ച് പറഞ്ഞാൽ നമ്മൾ. ശരി ഇനി കുഴപ്പമില്ല, പറന്ന് പോവാം. ഗോ സ്ലോ, അമിത വേഗത ജീവനാപത്ത്. പതുക്കെ പോകണമല്ലോ. അല്ലെങ്കിലും എപ്പോഴാണ് സത്യം പറഞ്ഞാൽ വൈബായത് അതിരപ്പള്ളി ഫാൾസിലോട്ട് പോണ വൈബ്. വൈബ് എന്നൊരു വാക്ക് കണ്ടുപിടിച്ച ശേഷം എല്ലാത്തിനും വൈബ്. ഉറങ്ങാൻ വൈബ്, കക്കൂസി പോകാൻ വൈബ് അല്ലേ, എല്ലാത്തിനും വൈബ്. ഇതാണ് ബയ്യ കയ്യാന്ന് പറയുന്നത്. നിങ്ങളോട് വരച്ചോണ്ടിരിക്കുകയാണ് റോഡിൽ കിടന്ന്, ഞാൻ കണ്ടില്ല. ശരി, ഒന്നും ചെയ്യാൻ പറ്റില്ല, കയറിപ്പോയി. അവിടെ നിന്ന് വരുമ്പോൾ കൈ കാണിക്കണമായിരുന്നു. ഞാൻ എത്താറായി, പെട്ടെന്ന് ബ്രേക്ക് ഇടാൻ പറ്റൂല. ഓഹോ, ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. സൂപ്പർ ഏരിയ, ഒരു രക്ഷയില്ല. റോഡ് കണ്ടാ, കിടക്കണ കിടപ്പ് കണ്ടാ. ഇതെല്ലാം സുധീഷ് ആഗ്രഹിച്ചത്, ഇങ്ങനെ റൈഡ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. എൻജോയ് ചെയ്യ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ എൻ്റെ അമ്മോ, ഏരിയ സൂപ്പർ കേട്ടോ. ജുറാസിക് പാർക്ക് പോലെ നോക്ക് ഇങ്ങോട്ടൊക്കെ. വാ, ചില സമയത്ത് ഗ്രൂപ്പ് റൈഡ് വേണം തോന്നിപ്പോവും. വേറെ ഒന്നുമില്ല, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഷെയർ ചെയ്ത് പോകുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണല്ലേ. ഇത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് സംസാരിക്കാനില്ല, ആ വിഷയം മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ വേറെ വിഷയമില്ല, സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് പോകാമായിരുന്നു. ലൊക്കേഷൻ കണ്ട സൂപ്പറല്ലേ. ഇങ്ങോട്ട് നോക്ക്, വെള്ളം കുറവാണ് കേട്ടോ, എന്നാലും കാണാൻ ലുക്കുണ്ട്, സൂപ്പറായിരുന്നു. കുളിക്കാൻ പറ്റുമോ എന്തോ കാണണ്ട, എന്തിനല്ലോ ഒന്നാമത്തെ ജലദോഷം പിടിച്ചിരിക്കുന്നത്. നീ കുളിച്ചിട്ട് ഒരു തലവേദന പറഞ്ഞെങ്കിൽ ലാസ്റ്റ് മര്യാദയ്ക്ക് കാണുക, കുറച്ച് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, മിണ്ടാതെ വീട്ടിൽ പോകുക, അത്ര തന്നെ. കുളിക്കണമെങ്കിൽ വീട്ടിൽ പോയിട്ട് കുളി നല്ല ചൂടുവെള്ളത്തിൽ. സൂപ്പർ പാലാണല്ലോ. ഇവിടെ നിന്ന് നോക്കിയിട്ട് പോയാലോ. നോ പാർക്കിംഗ്, ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ശരി, നിന്ന് നോക്കാമല്ലോ, നോക്കണേ കുഴപ്പമൊന്നുമില്ലല്ലേ. വാ പോളി, സൂപ്പർ കേട്ടോ. ഇവിടെ എങ്ങനെയായിരിക്കണം, അപ്പോൾ അവിടെ പോയി എങ്ങനെയായിരിക്കും ആലോചിച്ച് പോട്ടെ. സുധീഷ സമയമായി, പെട്ടെന്ന് പോട്ടെ. മണി 12 മണിയായി. ഇനി 15 കിലോമീറ്റർ പോകണം അതിരപ്പള്ളി എത്താനായിട്ട്. അവിടെ പോയിട്ട് ഇനി വാൽപ്പാറ പോകാൻ നടക്കുമോ എനിക്കറിഞ്ഞൂടെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരം വെളുക്കും എന്തായാലും. ഇതേത് മെയിൻ റോഡ്
ഈ റോഡ് പിടിച്ച് എന്നാൽ പോരാ സുയിച്ച് നമുക്ക്? എന്തിന് ഇത്രയും കറങ്ങി പോകണം നമ്മൾ? ഇതേ സ്ഥലത്ത് സിൽവർ സ്റ്റോം ഇവിടെയാണോ സിൽവർ സ്റ്റോം? ഓഹോ സൂപ്പർ കേട്ടാ. ഇതൊക്കെ ഇവിടെയൊക്കെ നല്ല വഴി ഉണ്ടായിരുന്നല്ലേ? ഞാൻ പിന്നെയും കാടിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാപ്പ് നോക്കിപ്പോൾ എങ്ങനെ ആയിരിക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ ആരും വിളിച്ച് ചോദിച്ചാൽ വിഷയമില്ലായിരുന്നു. കുഴപ്പമില്ല, ഇത് രസമുണ്ട് ഇല്ല ഇങ്ങനെ പോണത്. എല്ലാവരും പോണ വഴി കൂടെ പോയാൽ ബോറായി പോകും. നമ്മൾ പുതിയ വഴി കണ്ടെത്തി അതുവഴി പോകണം. അതുവഴി പുതിയ എക്സ്പീരിയൻസ് കിട്ടും. മുന്നറിയിപ്പ്: കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശം വഴിയാത്രക്കാരും പ്രദേശവാസികളും രാത്രികാലങ്ങളിൽ പ്രത്യേക ശ്രദ്ധയോടെ യാത്ര ചെയ്യുക. ജാഗ്രത പുലർത്തുക. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, ചാലക്കുടി. അപ്പോൾ രാത്രി പ്രശ്നമുള്ള, പകൽ കുഴപ്പമൊന്നുമില്ല. പയ്യപ്പാ രാത്രി സംഭവം അറിയാൻ പറ്റില്ല. കാരണം ആനയും കറുപ്പ്, രാത്രിയും ഇരുട്ട് എല്ലാം കൂടെ ബ്ലാക്ക് ആയിരിക്കുമ്പോഴേ നടുക്കറിന്ന് കഴിഞ്ഞാൽ തീർന്നു വരണ്ടോ അല്ലേ? ഇതൊക്കെ അതിൻ്റെയൊക്കെ ഏരിയയല്ലേ, നമ്മളല്ലേ ഇങ്ങോട്ടുകാരെ പറഞ്ഞത്. അപ്പോൾ അതിനെ ശല്യപ്പെടുത്തുമ്പോൾ അതിന് ഫീൽ ആവുകയാണ്. അതുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞത്. നമ്മളെ പാട്ടിന് മിണ്ടാതെ ഒതുങ്ങിപ്പോയാൽ അത് മിണ്ടാതെ പോകും. ഹായ് പറയട്ടാ. ഹായ് പറ. ഹായ് 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 എന്ന് പറഞ്ഞാൽ ഹായ്. ചേട്ടൻ ഇവിടുത്തെ ആളാണ്. ഇവിടെ കട ചേട്ടൻ കടയാണത്? ഇത് എൻ്റെ ഷോപ്പാണ്. ഈ ബില്ലിങ് തന്നെയാണ്. 20 rupees. ചേട്ടൻ ഇംഗ്ലീഷ് അടിപൊളി കേട്ടാ, സൂപ്പറാണ്. ചേട്ടൻ ഇംഗ്ലീഷ് അടിപൊളിയാണ്. ചേട്ടൻ ഇംഗ്ലീഷ് അടിപൊളിന്ന്. ചേട്ടൻ ഇംഗ്ലീഷേ പൊളി, അടിപൊളി. പിന്നെ അത് ഞങ്ങൾ 1952 ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സെക്കൻഡ് ഒരു ഹെൽപ്പ് ചെയ്യും. എന്താ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ അടിക്കും, നമുക്ക് കമ്മ്യൂണിക്കേഷൻ. നമസ്തേ. റിട്ടയർഡ് പ്രസിഡന്റ് ഓഫ് അതിരപ്പള്ളി പഞ്ചായത്ത്. ഓക്കെ. ഒരു മിനിറ്റ് ഏട്ടാ, ഞാൻ പൈസ എടുത്തോട്ടെ. ഗൂഗിൾ പേ ഉണ്ടല്ലേ? എത്ര പറഞ്ഞ? 20? ഓക്കെ. അണ്ണൻ നല്ല ഫുൾ ഫോമിലാണ് കേട്ടോ. അണ്ണനെ പോയിട്ട് 4 വാക്ക് പറഞ്ഞു. അണ്ണൻ ഇംഗ്ലീഷൊക്കെ വേറെ ലെവലാണെന്നുള്ളത് പറഞ്ഞപ്പോൾ അണ്ണൻ താഴെ മുകളിലില്ല. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടന്നെ. ആള് പാവം തന്നെ കേട്ടാ. അണ്ണൻ അടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ചൊരു ഫോമിൽ നിൽക്കുകയാണ്. എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല, ശല്യമൊന്നുമില്ല. ഓക്കെ ഏട്ടാ, കാണാം. ബൈ. സമയം ചേട്ടാ, എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നോക്കിയാൽ മതി. യൂട്യൂബ് ചാനലിൻ്റെ പേര് KLT അടിച്ചാൽ മതി, ഞാനിലുണ്ട്. ഓക്കെ ഓക്കെ. യെസ്. നല്ല വ്യക്തിയുണ്ടോ? താങ്ക് യു. I don't know your thanks. Nature is very proud. Yeah. Anyway, നൈസ് ടു മീറ്റ്. കൈ വിടും. അടിപൊളി. കാണാം. പോട്ടാ. meet again. ഓക്കെ, മീറ്റ് അഗൈൻ. This is the truth. What he waits. ശരി. ഓക്കെ, ബൈ. ഓക്കെ ഏട്ടാ. ഓക്കെ, പോയിട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയാം അല്ലേ, നമ്മൾ തള്ളി വിടും. യാ ഇതൊക്കെ രസമല്ലേ? ഇതൊക്കെ ഇല്ലെങ്കിൽ എന്തോന്ന് ജീവിതം അല്ലേ? 2 അടിച്ചു കഴിഞ്ഞാൽ 10 ഇംഗ്ലീഷ് വാക്ക് പറയണം. അതില്ലെങ്കിൽ അതൊരു അടിച്ചതിന് വിലയില്ലാതെ ഇപ്പോൾ. കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ ഒന്ന് ഡീഹൈഡ്രേഷൻ മാറി കിട്ടിയടാ. ഇതാണ് കണ്ണാങ്കുഴി ബ്രിഡ്ജ്. കറക്റ്റ് തന്നെ ഇങ്ങനെയാണ് ബോർഡിൽ വായിച്ചത് ഞാൻ. വാഴച്ചൽ ഫോറസ്റ്റ് ഡിവിഷൻ. എല്ലായിടം ഫോറസ്റ്റിന്. ഇവിടെ കുറേ കടയൊക്കെ ഉണ്ടല്ലോ. ഇത് കുറച്ച് ടൗൺ പോലത്തെ ഏരിയയാണ് കേട്ടോ. ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജംഗ്ഷൻ എന്ന് പറയാം. അതിരപ്പള്ളി വാട്ടർഫാൾസ് 700 മീറ്റർ നേരെ തന്നെ. മാപ്പ് അതിന് അങ്ങോട്ട് കാണിക്കണം. പിന്നെ ടിക്കറ്റ് ഉണ്ടോ? ഓൺലൈൻ പേയ്മെൻറ്റ് ഓൺലി. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് വാട്ടർഫാൾസ് വരുന്നത് അല്ലേ? നമ്മളെല്ലാം ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് മറ്റേ GoPro 9 ചെറിയൊരു പ്രശ്നം കാണിക്കുകയാണ്. അത് നല്ല ഹീറ്റ് ആകുമ്പോൾ ചെറിയ ഗ്ലിച്ച് പറഞ്ഞ് ഓട്ടോമാറ്റിക് ഓഫായി പോണ്. അപ്പോൾ വന്ന് കയറി റെക്കോർഡായില്ലെന്ന് അറിഞ്ഞൂടാ. എന്തായാലും കുഴപ്പമില്ല, പോട്ടെ. കുറച്ച് നേരത്തെ യൂസ് ചെയ്യായിരുന്നു കഴിഞ്ഞാൽ ഒന്ന് കൂളാവും. അപ്പോൾ ഇവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്യുന്നത്, മുകളിലോട്ട് കംപ്ലീറ്റ് ആയിട്ട്. KLTN ഇങ്ങോട്ടല്ലേ പോകണ്ടത് അല്ലേ? പോയി നോക്കാം. എടുത്താൽ ഓക്കെ, ടിക്കറ്റ് ചെക്ക് ചെയ്ത് കൺഫേം ആയിട്ടുണ്ട്. ലൊക്കേഷൻ അടിപൊളി, ഒരു രക്ഷയില്ല, എപ്പോഴും പോലെ തന്നെ. പക്ഷേ ഈ ബാഗ് ചുമക്കാൻ പാടില്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 10-15 കിലോ വെയിറ്റ് ആണ് തോന്നുന്നത്. ഇങ്ങനെ ക്യാമറയും പിടിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ നോക്കുള്ളൂ. അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. അതൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറേ ആൾക്കാർ നമ്മളെ കളിയാക്കും. ഹലോ ഗായ്സ്, വെൽക്കം ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ഉള്ളതിനെ വിഷയാക്കല്. ഫ്രണ്ടിൽ പോകുന്ന 4 പേര് അവിടെ നിന്ന് ആൾക്കാരാണ്. വാൽപ്പാറ റൂട്ട് വഴി ആൾക്കാരാണ്. തമിഴ് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സായില്ല, പരിചയപ്പെടുത്താൻ. ഇപ്പോൾ റൂട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കറക്റ്റ് ഇവിടെ നിന്ന് 1.5 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വാൽപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് എത്താൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നാളെ പോകണം. മണി ഇപ്പോൾ കറക്റ്റ് 1 ആയിട്ടുണ്ട്. 1/2 മണിക്കൂറിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബൈക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പറയുங்களா கேமராவில் சொல்லுங்க.
தனியாக வர போர் அடிக்கு. இது கேஎல்டிஎன். ஆமாம், கேரளா தமிழ்நாடு ரெண்டும் இருக்குது. அம்மா ஊர் திருநெல்வேலி, அப்பா ஊர் திருவாண்டம். அதனால் கேஎல்டிஎன் கம்பெனிக்கு யாரும் இல்லை. நிறைய கூப்பிட்டு பார்த்தேன் ஃப்ரெண்ட்ஸ் எல்லாம், ஒருத்தர் வர தயாரில்லை. வைஃப் வருவாங்க கூட அடிக்கடி. வைஃப் வர முடியல. சோலர் ரைட். ஆமாம், முதல்ல இன்ஸ்டா இல்லை, யூடியூப். இன்ஸ்டா இருக்குது, சேனல் இருக்குது, இது இருக்குது. ஆனால் ரொம்ப இது கிடையாது, ஃபாலோவர்ஸ் அதிகமாக கிடையாது. யூடியூப் தான் மெயின் நமக்கு. வைட் ஆங்கிள் தானே வந்துடும். என்னோட பேர் கீர்த்தி ப்ரோ. கீர்த்தி பேர் சுதீஷ். என் பேர் வந்து சுதீஷ். என்னோட கோயம்புத்தூர்ல இருந்து வரோம். அப்படியா, சூப்பர். இவரு நவீன, அவர் வந்து சிவராம். எங்க டீம்ல பெரியவர் இவர் தாங்க. இவர் வந்து எங்க டீம்ல வந்து அன்போட சித்தப்பான்னு அழைப்போம். பெரியப்பா சீனிவாசன் ஒரு பேரு. ஒரே ஊரா எல்லாரும்? எல்லாம் கோயம்புத்தூர். சூப்பர் சூப்பர். நாங்க இப்பதான் ஃபர்ஸ்ட் டைம் இங்க இந்த இடத்துல வரோம். வரீங்க? அதிரப்பள்ளி. நானும் ஃபர்ஸ்ட் டைம் தான். ஃபர்ஸ்ட் டைமா? ஆமா, எனக்கு சத்தியம் ரூட்லாம் இது வழியா. நான் இந்த வழி அதிரப்பள்ளி ஃபால்ஸ் அங்கே வந்தேன். அங்கே வந்தேன் திருவாண்டம் வழியா அங்கே இது திருச்சூர். ஆமாம், அந்த ரூட்டில் வந்தேன். திரும்பி போகல இப்படி தமிழ்நாடா? அதான் தெரியல எப்படின்னு. எப்படி நல்லா இருக்கும் இந்த வழியா நல்லா அட்வென்ச்சர். ஃபாரஸ்ட் வந்து நல்லா அட்வென்ச்சரா இருக்கும். ஜங்கிள் ஃபாரஸ்ட் இது. ஆனா வந்து இருட்டத்துக்குள்ள போயிரும். அதான். ஆமா, நான் பைக் தான் ப்ரோ. ஜங்கிள் 4 மணிக்குள்ள போயிருங்க. ஆமா, ஜங்கிள் நான் தான் உங்கள்ட்ட கேட்டேன், நீங்க அந்த வழியா போனா உங்க பேக்ல வரலாம். நீங்க இந்த வழியா போறீங்க. நீங்க எப்படி போவீங்க அப்போ இந்த வழியா? இந்த வழியா வந்து கீழே சாலக்குடியில இருந்து NH டச் ஆகி அப்படியே வந்து கோயம்புத்தூர். ஓகே, அந்த ரூட். சரி, நான் இந்த ரூட்ல போறேன், நீங்க அந்த ரூட்ல போங்க. ஆனா பாஸ் மட்டும் போட்டுங்க. பாஸ் போட்டீங்கன்னா அவங்க யாரும் கேட்க மாட்டாங்க. ஆமா, கேட்டாங்க. அதான் எப்படி போகணும்னு தெரியல. அது வந்து ஃப்ரெண்ட் ஹவுஸ்னு போட்டா வந்துடும். அவ்வளவுதான். இல்ல, லாஸ்ட் வந்து TN பாஸ்னு வெப்சைட் ப்ரோ. அது அதுக்குள்ள போயிட்டீங்கன்னா உங்களோட டீடைல்ஸ் பூராமே கேட்கும். ஆனால் இப்போ கரெக்டாக 1:30 மணிக்கு நம்ம கிளம்புற மாதிரி இருந்தால் கரெக்டாக இருக்கும்ண்ணா. ஆமாம் ஆமாம், 1:30 மணிக்கு கிளம்புனீங்கன்னா நீங்கள் 2:30, 3:30, 4:30, 5 o'clock நீங்கள் அங்கே ரீச் ஆயிடலாம். வால்பாறை அடிவாரத்துக்கு ரீச் ஆயிடலாம். ஓகே ஓகே, சரி ப்ரோ, நீங்கள் நேராக போகிறீங்க. தேங்க்யூ ப்ரோ. ஓகே, நேரம் தானே? ஆமாம், போயிட்டு ഓക്കെ ഓക്കെ ബൈ. പാക്കലാം ബ്രോ. കുരങ്ങന്മാരെ ശല്യം കൂടുതലാണ് ഈ ഭാഗത്തൊക്കെ. വേണ്ട, കയ്യിൽ ഫുഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് പോയി കഴിഞ്ഞാൽ പണിയാണ്. നമ്മളടുത്ത് തരാനൊന്നുമില്ല, കാരണം സെൽഫി സ്റ്റിക്കറിക്കല്ലേ കമ്പ് പോലെ പേടിക്കും. ഇവിടെയൊക്കെ നല്ല മഴ സമയത്ത് വരണം. അപ്പോൾ ഡ്രൈ ആയിരിക്കണം. വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും ഒരു വൈബില്ലല്ലോ. പിടിച്ചേനെ. ഇവിടെ കുളിക്കാമല്ലേ വേണമെങ്കിൽ? കൊള്ളാലോ, സംഭവം സെറ്റ് കേട്ടാ. ഒരു രക്ഷയില്ല, നല്ല വൈഡ് ആംഗിളിൽ. അയ്യോ, പയ്യ ഒരാൾ ബാക്കിൽ വീണ്. എനിക്കാണ് ക്യാമറ അങ്ങോട്ട് കാണിക്കായിരുന്നു, ശരിയില്ല, മോശം. ഒരാളെ വീഴ്ചയിൽ കണ്ടന്റ് പിടിക്കാൻ പാടില്ല. അപ്പോൾ വേറൊരു ലൊക്കേഷൻ ഉണ്ടല്ലോ, ഈ ഫാൾസ് വീണില്ലേ, അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അതെവിടെ പോകണത്? അത് അപ്പുറത്താണ്. അപ്പോൾ അത് ഭയങ്കര വെയിൽ ഇട്ട തലവേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ സുധീഷെ പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പോകട്ടെ, നിൽക്കണം അവിടെ. ഇവിടെ നിന്ന് കാണാം, അത്ര തന്നെ. അവിടെ നിന്ന് പോകാൻ പറ്റില്ല, ഡേഞ്ചറാണ്. ഇവിടെ നിന്ന് തയ്യാറങ്ങി വീഴും മിക്കവാറും. അത് ഹെൽത്ത് കണ്ടീഷൻ ഇത്തിരി വീക്കാണ്. ഇടയ്ക്ക് ഇത്ര വെയിലും കൂടെ. വെയിലായാലും മഴയായാലും നമുക്ക് പണിയാണല്ലേ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വാ, നമുക്ക് ആ വെള്ളത്തിൽ പോയി ഇത്തിരി മോൻ കഴിവാ, കുറച്ച് റിലീഫ് ആവും. വാ. ഫുള്ളി ഡീഹൈഡ്രേഷനാണ്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, മോൻ കഴിക്കൊണ്ടിരിക്കണം. നല്ലതുണ്ടെങ്കിൽ തല ഇറങ്ങി വീഴും, ഉറപ്പാണ്. തല ഒരുമാതിരി പെരുക്കണം കേട്ടോ. ഇത്തിരി വെള്ളം മുഖത്ത് വെച്ചപ്പോൾ ഇത്തിരി റിലീഫായിട്ടാ. സംഭവം ചൂട് തന്നെ, ചൂട് കണ്ടതിന് ക്യാമറ അടിച്ച് പോയത് ഇപ്പം തലവേദനയും കൂടുതലുള്ള കാരണവും. ഫുള്ളാണ്, സുഖമുണ്ട്. ഒന്നുകൂടെ ചെയ്തല്ലോ. ആ ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ പോകുന്ന സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത് വാൽപ്പാറ പോകണം. മണിപ്പഴ 1 കറക്റ്റ് 1:30 ഇവിടെ നിന്ന് പുറപ്പെടാൻ നേരത്തെ പറഞ്ഞല്ലോ. കണ്ടല്ലോ, കൊള്ളാലോ. അപ്പോൾ സൂപ്പർ. നമുക്ക് ഈ വെള്ളം ഒന്ന് വീണില്ലേ, ആ ലൊക്കേഷൻ കാണാൻ പറ്റിയില്ലല്ലോ. അതിന് എവിടെ പോകണം ചോദിച്ചു നോക്കാം. സമയം ഉണ്ടെങ്കിൽ പോകാം, അല്ലെങ്കിൽ നേരെ വാൽപ്പാറ പോകാം. അപ്പോൾ ഇവിടെയൊക്കെ വൈകിട്ട് വരണം, അല്ലെങ്കിൽ രാവിലെ വരണം. ഉച്ച സമയത്ത് വരല്. സംഭവം ബോഡിക്കകത്ത് എന്തൊക്കെയോ ചെയ്യണം കേട്ടോ. തല പെരുക്കണ്, തല കറങ്ങണ്. ഒരു നാരങ്ങ കുടിച്ചു പിന്നെ കൊള്ളാം. ഇപ്പോൾ ഓക്കെ, വെള്ളം കുടിച്ചപ്പോൾ ആശ്വാസമായി. ഇപ്പോൾ കുറച്ച് റിലീഫായി. എന്നിട്ട് പയ്യെ പുറപ്പെടാം. മണിപ്പോൾ കറക്റ്റ് 1:10. ഇപ്പോൾ പാസ് ബുക്ക് ചെയ്യണം, വണ്ടി പുറപ്പെടണം. അത്ര തന്നെ, ഇന്നിക്കാൻ സമയമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ പാസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, തമിഴ്നാട് പാസ്. അപ്പോൾ ഇനി വിഷയമില്ല, നേരെ പറന്ന് പോകാം. വിഷയമുണ്ട്, സമയമാണ് വിഷയം. എല്ലാം കഴിക്കണ്ടേ? കഴിച്ചിട്ട് പോകുമ്പോൾ ഒരു 10-15 മിനിറ്റ് ആവും. 1:30 ഇവിടെ നിന്ന് പുറപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ആലോചിക്കുന്നത്. 4 മണിക്ക് മുമ്പ് ഔട്ട് ആവണം, ഫോറസ്റ്റ് ഏരിയ വിട്ട് വാൽപ്പാറയിലോട്ട്. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. ഒരു 2 ഓയിൽ ലെഗും ഒരു ഓറഞ്ച് ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മീൽസ് കഴിക്കാൻ ഒട്ടും മൂടില്ല, കാരണം സംഭവം ഈ ചൂടും വെയിലും സഹിക്കാൻ പറ്റില്ല.
പിന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ ഐറ്റം കഴിച്ചാൽ ശരിയാവും. ഇതാകുമ്പോൾ ഇത് തണുപ്പാണ്, പ്രോട്ടീനുമാണ്, മതി, അടിപൊളി. ഓക്കെ, അപ്പോൾ പോകാന്നാ. നമ്മൾ പാർക്കിങ്ങിലെത്തി. സത്യം പറയാലോ നല്ല കഷ്ടപ്പാട് കേട്ടോ. ഈ വ്ളോഗിൽ ഏറ്റവും പാടുള്ള വ്ളോഗ് മോട്ടോ വ്ളോഗാണ്. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ അങ്ങ് പോകാൻ താഴോട്ട്. അതിനിടയ്ക്ക് വെയിലും കൂടി, പിന്നെ എൻ്റെ അസുഖം കൂടെ, എല്ലാം കൊണ്ട് കടുത്ത്. അപ്പോൾ ഇതുപോലെ സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ മടുപ്പ് തോന്നുന്നത്. പിന്നെ നമുക്കിത് വിഷയമില്ല, ഇതൊക്കെ നമുക്ക് അറിയാം നേരത്തെ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല, ഓക്കെ ആയി. 2 മുട്ടയും ജ്യൂസും കുടിച്ചപ്പോൾ കുറച്ച് ആരോഗ്യം വെച്ച്. അതായത് മെയിനായിട്ട് നമ്മൾ ബോഡിയിൽ വേണ്ട കാര്യങ്ങൾ പ്രോട്ടീനും പിന്നെ വെള്ളത്തിൻ്റെ അംശവും 2 കുറയാൻ പാടില്ല. കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡി വീക്കായി പോകും. അപ്പോൾ അതൊന്ന് റീഫിൽ ചെയ്തിട്ടുണ്ട്. പോകാന്നാ. പിന്നെ ഈ പഴയ പോലെ പാക്ക് ചെയ്യണം ബാഗും എല്ലാ കാര്യങ്ങളൊക്കെ. അതൊരു മെനക്കെട് ഗ്യാസ് സത്യം പറയാമല്ലോ. ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചൊരുമാതിരി. പാക്കാണ് ഏറ്റവും പാട് കേട്ടോ. ഒരു 1/2 മണിക്കൂർ പോകും. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ക്യാമറ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം എല്ലായിടത്തും. അത് കറക്റ്റ് പ്ലേസ് ആയതുകൊണ്ട് പണിയാണ് ലാസ്റ്റ്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ പാക്ക് ചെയ്യണത് ഒരു വലിയ ജോലി ആയിരിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം സൂപ്പറാണ്. ബൈക്ക് റൈഡൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് വാൽപ്പാറയിലോട്ട്. ഡൗട്ടാണ്, നമുക്ക് പോയി നോക്കാം. ചെക്ക് പോസ്റ്റിൽ കയറ്റി വിടട്ട്, അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് ആതിരപ്പള്ളി ഫാൾസി വന്ന് നമുക്ക് റൂം എടുത്ത് താമസിക്കാം. ഓക്കെ, സിറ്റുവേഷൻ എന്തായാലും ശരി, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാണ് നിൽക്കണം, അത്ര തന്നെ അല്ലേ. നമ്മളൊരു വഴിയാവില്ലേ, മാപ്പ് നമുക്ക് സൂക്ഷിച്ചാൽ ഇതുവഴി പോകണം. വഴി ഇങ്ങോട്ട് തന്നെ പോകണമല്ലേ, ഇങ്ങനെയല്ലേ പോകേണ്ടത്. ആ കാറൊക്കെ പോവല്ലേ. ഒരു മിനിറ്റ് മാപ്പ് നോക്കിയേക്കാം എന്ത് അല്ലേ. മാപ്പ് നോക്കിയാൽ നമുക്കൊരു ക്ലാരിഫൈ ആവുള്ളൂ ക്ലിയർ ആയിട്ട്. ഇവിടുന്ന് 6 മണി കിട്ടില്ല, 6 മണി കഴിഞ്ഞല്ലേ കിട്ടില്ല, 6 മണി കഴിഞ്ഞ് കിട്ടില്ല. ഓക്കെ ഓക്കെ, ഇപ്പം ഓക്കെയാണ്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ഉണ്ട്, 5 കിലോമീറ്റർ. അത് 5 മണിക്ക് മുമ്പിൽ ചെന്നാല് ചെയ്തു. താങ്ക് യു. ഓക്കെ, ഇവിടെ നേരെ 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വാഴ്ചയിലുണ്ട്. അവിടെ പോയിട്ട് ചെക്ക് പോസ്റ്റ് എൻ്റർ ചെയ്യാൻ പറഞ്ഞ്, എന്നിട്ട് വാൽപ്പാറയിലോട്ട് പോകണമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ വാൽപ്പാറയിൽ പോകാനുള്ള ഈ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റ് കടന്ന് പോകണമെങ്കിൽ 4 മണിക്ക് മുമ്പ് കടന്ന് പോകണം, 2 വീലറൊക്കെ. അതാണ് വിഷയം. അപ്പോൾ നമ്മളെങ്ങനെ കയറ്റി വിടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. എന്നാലും പോയി നോക്കാം. ഇപ്പോഴാണ് നല്ല സുഖമുള്ളത്. ബൈക്കിൽ പൊക്കിക്കൊണ്ടെന്ന് വിഷയമില്ല, ഈ ഇറങ്ങി പോയി കാണുന്നതൊക്കെയാണ് സത്യം പറയാലോ ഒരുമാതിരി. അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് ബോക്സ് വാങ്ങി ബാക്കിൽ ഫിറ്റ് ചെയ്യണം, അതാകുമ്പോൾ ലോക്ക് ചെയ്തിട്ട് പോവാം, വേറെ വിഷയമില്ല. ഇതെല്ലാം അൺപാക്ക് ചെയ്യുമ്പോൾ എന്ത് പാടായിക്കണം. അയ്യോ, ആനപ്പെണ്ണം കിടക്കണം. ആന ഇറങ്ങും ഈ ഭാഗത്തൊക്കെ. ഫ്രഷ് ആയിരിക്കണമല്ലോ. പറയാൻ പറ്റില്ല, ഉച്ച സമയമില്ലേ, വെള്ളം കുടിക്കാൻ ഇറങ്ങും താഴോട്ട്. ചർപ്പാ പാലം, ഇവിടെ കയറി ഫോട്ടോ എടുക്കാമായിരുന്നു പോയി. അപ്പോൾ നമുക്ക് സമയമില്ല നിൽക്കാനായിട്ട്. പൊളിയല്ലേ, വാ അടിപൊളി വ്യൂ കേട്ടോ. ഇവിടെ വലിയ മോളിൽ കയറി നോക്കിയിട്ട് പോയായിരുന്നല്ലേ, ഇവർ വന്നതല്ലേ. ഇതൊക്കെ കാണാതെ പോയിട്ട് എന്ത് ചെയ്യാൻ പോകണം, സുധീഷ് അവിടെ പോയില്ലേ. കുരങ്ങന്മാർ എന്നെ കണ്ടു ഓടണ. എന്താ ഭയം ഇരിക്കട്ടോ. അടിപൊളി കേട്ടാ. ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റുമോ? സൂപ്പർ അല്ലേ, അടിപൊളി കേട്ടാ. എന്തിനു കാണിക്കണ നീ? ഓട്, വണ്ടി കയറണ, ഓട്. ആള് ഞാനേ ഇവിടെ തിന്നാൻ ഒരു ഏത്തപ്പഴം പോലും ഇല്ല, നീ വന്ന് വണ്ടി കയറുന്നു. ആ പടമുള്ള കുടിക്കാൻ വെള്ളമുണ്ട്, വേണമെങ്കിൽ കുടിച്ചോ. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഫാൾസിൽ. വണ്ടി കയറി കവറിന് കൊണ്ടുവരണമായി. വല്ല എടുത്തല്ലോ, എടുക്കാനായിട്ട് ഒന്നും ഇല്ല അണ്ണാ. വലിച്ച് കയറിയില്ലൊന്നും, കുഴപ്പമൊന്നുമില്ല. ഓഹോ, കംപ്ലീറ്റ് അഴുക്കാക്കി, സീറ്റ് കംപ്ലീറ്റ്. ഓടണോ വായി. ഇവല്ലേ ഇവനാണോ? ഇവല്ല അവൻ തന്നെ. നല്ല ആളേട്ടാ നീ, ഓട്. നോക്കണോ വണ്ടി കയറുന്നു. ബൈസൺ ഒന്നും പറ്റിയില്ലല്ലോ, ഓക്കെ ആണല്ലോ. ബൈസൺ വരെ പഠിച്ചു പാവാം. ഉമാരെ ശല്യം സഹിക്കാൻ പറ്റില്ല, എവിടെ പോയാലും വരുമല്ലോ മാര്. ഓക്കെ, ഇവിടെയാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ വണ്ടി കയറ്റി വിടോ എന്തോ ഇപ്പം ചോദിച്ചു നോക്കപ്പാ. വാൽപ്പാറ പോയേ, ഇവിടെ ടൈമായാണ്. ഓക്കെ, അവിടെ നിന്നല്ലേ. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, വേണമെങ്കിൽ കയറി നോക്കായിരുന്നു. സമയമില്ല സുശിവാ. അകത്തോട്ട് പോകാനാണേ വാൽപ്പാറ. ഇപ്പം പോയി കറക്റ്റ് ആയിരിക്കും വണ്ടി, ബൈക്ക് പോവില്ലേ? പോകുമോ അല്ലേ? തമിഴാണെങ്കിൽ എന്ന് പറയാം. ഓക്കെ. എത്ര ചാർജ്? പേയ്മെൻറ്റ് ഇല്ല അല്ലേ? വണ്ടി നമ്പർ KL01. ബൈക്ക് ടൈമുണ്ടോ? എത്ര സമയം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആ വഴി പോകാം, തിരിച്ചു വരാൻ പാടില്ല അല്ലേ? ബൈക്ക് 2 വീലർ. ഓക്കെ. അതിൽ വാൽപ്പാറയിലോട്ട് പോയിട്ട് സ്റ്റേ ചെയ്യാം അവിടെ. അപ്പോൾ ഓക്കെ, പോകാന്നാ. വണ്ടി കയറി എല്ലാം ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. അതായത് ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് 3 മണിക്ക് മുമ്പ് ബൈക്ക് അകത്ത് കയറണം. കാറാണെങ്കിൽ 4-5 മണിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 മണിക്ക് മുമ്പ് നമ്മളിവിടെ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വാൽപ്പാറ ഔട്ട് എടുത്തതാണ്. അടുത്ത്. ഓക്കെ, താങ്ക് യു. വെൽക്കം ടു ജുറാസിക് പാർക്ക്. നോ പൊല്യൂഷൻ, നോ ട്രാഫിക്, നോ പോപ്പുലേഷൻ, ഓൺലി ഫോറസ്റ്റ് ആൻഡ് ആനിമൽസ്. അതുകൊണ്ടൊരു മനുഷ്യൻ നടന്നു വന്നു ഫോറസ്റ്റിനകത്തോട് ധൈര്യമായിട്ട്, സമ്മതിക്കണമല്ലോ. ഫുൾ കാടല്ലേ, എൻ്റെ അമ്മോ, ഒട്ടം കാട് കേട്ടാ. നമ്മളെ കണ്ണ് നല്ലപോലെ മാക്സിമം യൂസ് ചെയ്യണം. സ്ട്രൈറ്റ് നോക്കണം, 2 സൈഡ് നോക്കണം. ഏതെങ്കിലും ആനയോ പുലിയോ കടുവയോ വരണമെങ്കിൽ